ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ എടപ്പാള് ചെയ്ത വർക്കാണ്. ഇവിടെ 3 വാർഡ്രോബ്, പിന്നെ അതേപോലെ തന്നെ ബേസൻ ടേബിൾ ടോപ്പ്, സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം, ഓപ്പൺ ഷോക്കേസ്, TV യൂണിറ്റ് എന്നീ വർക്കുകളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തേക്കുന്നത്. ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമിലെ വാർഡ്രോബാണിത്. ഇവിടെ ഈ ഒരു വാർഡ്രോബിനായിട്ടൊരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പേസിലാണ് ഈ ഒരു വാർഡ്രോബ് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പാർഷൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 17mm WPC പാനലാണ്. ഇവിടുത്തെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പാർഷൻ ചെയ്തെടുത്തേക്കുന്നത്. 2 ഡോറ് ഈക്വൽ തട്ടിലും, പിന്നെ അതേപോലെ തന്നെ 2 ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും, പിന്നെ ഒരു ചെറിയൊരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കാനായിട്ടൊരു ഡ്രോവും, പിന്നെ അതിൻ്റെ അടിയിലായിട്ട് 2 ഡോറാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന മിറാക്കിയുടെ PVC HPL ഷീറ്റാണ് ഈ ഒരു വാർഡ്രോബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വുഡ് ഫിനിഷിങ്ങിലുള്ള അലുമിനിയം ഈ ഒരു വാർഡ്രോബിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് യോജിച്ച് തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ റൂട്ട് ചെയ്ത് കവറിങ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടേബിൾ ഭാഗം നമ്മൾ കൊടുത്തേക്കുന്നത് റൂട്ടിങ് ചെയ്തിട്ടാണ്. ഇതേപോലെ റൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു വാർഡ്രോബിന് കിട്ടും. സാധാരണയായി ചെയ്യുന്ന മൾട്ടിവുഡും പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ് ഈ ഒരു വാർഡ്രോബിന് ഇതേപോലെ റൂട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും. ഇവിടെ ചെറിയൊരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇത് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹിഞ്ചസ് ഒക്കെ സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ്. പെഗ്ലർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ് ഈ ഒരു വീട്ടിലെ എല്ലാ വർക്കിനും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബാണിത്. ഇവിടെയും ഇതേപോലെ ഇവർ ഈ ഒരു വാർഡ്രോബിനായിട്ട് ഒരു സ്പേസ് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ റൂമിലെ വാർഡ്രോബ് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ റോസ് ഗോൾഡ് അലുമിനിയമാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു റൂമിലെ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ റൂമിലും നമ്മൾ അതിൻ്റെ പാർഷനുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 17mm WPC പാനലാണ്. ഇതേപോലെ WPC പാനൽ നമ്മൾ തട്ടുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വാർഡ്രോബിന് ലഭിക്കും. മിറാക്കിയുടെ PVC HPL ഷീറ്റാണ് ഈ ഒരു വാർഡ്രോബിനും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് റൂട്ട് ചെയ്ത് കവറിങ് ചെയ്തിട്ടാണ്. ഇവിടെയും നമ്മൊരു ഡ്രസ്സിങ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനടിയിലായിട്ടൊരു ഡ്രോവും, പിന്നെ അതേപോലെ തന്നെ ഒരു അടിയിലേക്കൊരു സ്റ്റോറേജ് ബേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡ്രോയർ സെറ്റ് ചെയ്തേക്കുന്നത് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഡ്രോയർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു വീട്ടിലെ മറ്റൊരു വാർഡ്രോബാണിത്. ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബോക്സ്ഡ് ടൈപ്പായിട്ടാണ്. ബോക്സ്ഡ് ടൈപ്പായിട്ട് നമ്മൾ അടിച്ചേക്കുന്നത് 17mm മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ബോക്സ് ടൈപ്പായിട്ട് അടിച്ച് അതിൻ്റെ ഫ്രണ്ടിലോട്ട് അലുമിനിയം ചാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം ഇതിന് ഹാങ്കറിങ്ങിന് സ്പേസ് ഇട്ടിട്ടില്ല. ഫുള്ള് ഈക്വൽ തട്ടിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ചാമ്പ്യൻ സ്റ്റീൽ അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തേക്കുന്നത്. മിറാക്കിയുടെ PVCയുടെ HPL ഷീറ്റാണ്. ഒരു സിൽവർ ഷെയ്ഡിലുള്ള ഒരു ഷീറ്റാണ് ഈ ഒരു വാർഡ്രോബിന് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെയും നമ്മൾ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്തിട്ടാണ് കവറിങ് ചെയ്തത്. ഇതേപോലെ റൂട്ട് ചെയ്ത് കവറിങ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അലുമിനിയത്തിൽ ചെയ്ത ഒരു വാർഡ്രോബാണെന്ന് ഒരിക്കലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഒരു വാർഡ്രോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോർണർ ഡോറാണ്. ഈ ഒരു കോർണർ ഡോർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് സ്റ്റോറേജ് പൈസ അവർക്ക് ലഭിക്കും. ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസുകളൊക്കെ ഈ ഒരു കോർണർ ഡോറിൽ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇവിടെയും നമ്മൾ പെഗ്ലറിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റൂമിൽ ഒരു ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ വീട്ടിലെ ഒരു TV യൂണിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് യൂണിറ്റ് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് വാൾ പാനലിംഗ് ചെയ്യുന്ന ഷീറ്റാണ്. ഇതേപോലെ നമുക്ക് മൾട്ടിവുഡിലും പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന ആ ഒരു സെയിം വർക്ക് നമുക്ക് അലുമിനിയത്തിൽ നമുക്ക് വളരെ മിതമായ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗമാണ്. ഇതും നമ്മളൊരു വെറൈറ്റി ലുക്കിലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബേസ് ആൻഡ് ടേബിൾ ടോപ്പും ബോക്സ്ഡ് ടൈപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടുത്തെ ഓപ്പൺ ഷോക്കേസാണ്. പഴയ രീതിയിലുള്ള ഒരു അലമാരയായിരുന്നു, അതൊരു നമ്മൾ ഓപ്പൺ ഷോക്കേസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇതേപോലെ മൾട്ടിവുഡിലും പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിലുള്ള എല്ലാ വർക്കുകളും നമുക്ക് അലുമിനിയത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ വളരെ ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് ഇതേപോലെ അലുമിനിയത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.